ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. മനുഷ്യന് മുമ്പിൽ ഒരിക്കലും കരയരുത്, ദൈവസന്നിധിയിൽ കരഞ്ഞോണം. ഇത് ദൈവം എന്നെ പഠിപ്പിച്ച അന്ന് മുതൽ എനിക്ക് എത്ര വലിയ പ്രയാസം വന്നാലും, അല്ലെങ്കിൽ ദൈവം ചില ഭാരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നൽകി തരുമ്പോഴും ദൈവസന്നിധിയിൽ വന്നിരുന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം രണ്ട്. ഒന്ന്, നമ്മുടെ ഭാരങ്ങളെ ദൈവം മാറ്റിത്തരും. നമ്മൾ എത്രമാത്രം കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നോ, പ്രാർത്ഥിച്ച് തീരുമ്പോൾ ആ ഹൃദയത്തിലുള്ള എത്ര വിഷമമുണ്ടെങ്കിലും അതിനെ മാറ്റി ഒരു പുതിയൊരു ആശ്വാസവും സമാധാനവും നൽകിത്തരും. രണ്ട്, അതിനേക്കാളും പ്രാധാന്യം എന്താണെന്നറിയാവോ? നമ്മുടെ കണ്ണുനീരെ അവൻ വെറുതെ വിടത്തില്ല. അത് തുരുത്തിയിൽ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ കണ്ണുനീരെ തുരുത്തിയിൽ ശേഖരിച്ച് വയ്ക്കുന്ന ദൈവം ഉണ്ട് എന്ന് സങ്കീർത്തനം 56:8 പറയുന്നു. അപ്പം മറന്നു പോകരുത്, നാം ദൈവസന്നിധിയിൽ ഒഴിച്ച കണ്ണുനീരിൻ്റെ വ്യക്തമായ അളവ് ദൈവസന്നിധിയിലുണ്ട്. അതിനെ അളന്ന് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു ദൈവമാണ്. എന്തിനാണെന്നറിയാവോ? പ്രതിഫലം നൽകിത്തരാൻ. നാം ദൈവസന്നിധിയിൽ എത്രമാത്രം കണ്ണുനീര് ഒഴിച്ചിട്ടുണ്ട്. ചില സമയം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് പലപ്പോഴും നമ്മളും മറന്നു പോകാറുണ്ട്. പക്ഷെ ദൈവം മറക്കുന്ന ദൈവമല്ല. ദൈവം നമ്മുടെ കണ്ണുനീരിന് ഒരു പ്രതിഫലം ഉറപ്പായിട്ടും നൽകിത്തരും. അതുകൊണ്ട് ഇന്ന് താങ്ങാൻ പറ്റാത്ത ഭാരത്തോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഉടനെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുക. ദൈവം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുക എന്ന്. അപ്പം അർത്ഥം എന്നാണെന്നറിയാവോ? നമ്മുടെ ഭാരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ദൈവം അവൻ്റെ സമാധാനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കും. രണ്ട്, നാം ഒഴിക്കുന്ന കണ്ണുനീരിന് ഒരിക്കൽ പ്രതിഫലം നൽകി തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ദൈവം നൽകിത്തരും. അതുകൊണ്ട് മനുഷ്യന് മുമ്പിൽ കരയരുത്. മനുഷ്യൻ കണ്ണുനീരിന് ഒരു വിലയും കൽപ്പിക്കത്തില്ല. എന്നാൽ നമ്മുടെ കണ്ണുനീരിന് വില കൽപ്പിച്ച് വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അത് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് തക്കതായ മറുപടി, റിസൾട്ട്, അനുഗ്രഹം നൽകി തരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയ മക്കളെ, എത്ര വലിയ ഭാരമായിക്കോട്ടെ, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുക, പ്രാർത്ഥിക്കുക, കരയുക. അങ്ങനെ വിഷമങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അപ്പൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. അവൻ നമുക്ക് പുതിയ ആശ്വാസം നൽകി തന്ന് അവൻ നമ്മളെ ധൈര്യപ്പെടുത്തും.